നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡൻ്റായി അധികാരമേറ്റപ്പോൾ ഏറ്റവും ശ്രദ്ധേയനായത് ശതകോടീശ്വരനായ ഇലോൺ മസ്കാണ്. ഇലോൺ മസ്കിന് വളരെ പ്രധാനപ്പെട്ട പദവികൾ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചുമതലയാണ് ട്രംപ് മസ്കിന് നൽകിയിരുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു വിവാദം മസ്കുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു. സർക്കാർ ഫണ്ടിൻ്റെ ചുമതല ഇനി മുതൽ ഇലോൺ മസ്കിനായിരിക്കും എന്ന് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. ബെനിഫിറ്റുകൾ പാഴാകുന്നത് തടയാനാണ് ഈ നടപടി എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഡെമോക്രാറ്റ്സും അതുപോലെ അവിടുത്തെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ നിയമനത്തിലൂടെ ഉന്നത പദവികളിലെത്തുന്നവരെ സാധാരണ ട്രഷറിയുടെ ചുമതല അല്ലെങ്കിൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഏൽപ്പിക്കാറില്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. സർക്കാർ ഫണ്ടുകൾ നേരത്തെ തോന്നിയതുപോലെ ചിലവാക്കിയിരുന്ന പലരും ഇനി അങ്ങോട്ട് ഇലോൺ മസ്കിന് മുന്നിൽ കണക്ക് പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അത് ഒരു വശം. മറ്റൊരു വശം, ഇലോൺ മസ്കിനെ പോലെയുള്ള ഒരു വലിയ വ്യവസായിയുടെ നിരവധി സ്ഥാപനങ്ങൾ അമേരിക്കൻ സർക്കാരിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നവയാണ്. അതായത് കോൺട്രാക്റ്റിൻ്റെ പേരിലും മറ്റനേകം ജോലികൾ സർക്കാരിന് വേണ്ടി ചെയ്യുന്നതിനും വേണ്ടി അവർക്ക് പകരം അമേരിക്കൻ സർക്കാർ പ്രതിഫലം നൽകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മുഖ്യ ചുമതലക്കാരനായി വരുന്നത് ജനാധിപത്യപരമായും താത്വികമായി ഒന്നും തന്നെ ശരിയല്ല എന്നാണ് ഡെമോക്രാറ്റ്സും വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും കുറ്റപ്പെടുത്തുന്നത്. ഇതിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു. നിരവധി ട്രില്യൺ ഡോളറാണ് ആരോഗ്യ മേഖലയ്ക്കും അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും വേണ്ടി ഓരോ വർഷവും അമേരിക്ക മാറ്റിവെക്കുന്നത്. 5 ട്രില്യണിൽ കുറയാത്ത തുകയാണ് ഓരോ വർഷവും ഇതിനായി ചിലവാക്കാറുള്ളത്. എന്നാൽ പലപ്പോഴും ഈ ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കാറില്ല എന്ന് പരാതി ഉയർന്നിരുന്നു. കൂടാതെ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതായും നേരത്തെ പലപ്പോഴും പരാതി ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവേളയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിലെത്തിയാൽ ഇതിന് നിയന്ത്രണം കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മസ്കിന് ഇത് സംബന്ധിച്ച ചുമതലകൾ കൈമാറിയത്. ആദ്യ ട്രംപ് സർക്കാരിൻ്റെ കാലത്തും ബൈഡൻ സർക്കാർ ഭരിക്കുമ്പോഴും ഇത്തരം സർക്കാർ ഫണ്ടുകളുടെ ചുമതല വഹിച്ചിരുന്നത് ഡേവിഡ് ലെബ്രിക് എന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഡേവിഡ് ലെബ്രിക് ആകട്ടെ ഈ ഒരു നീക്കത്തോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ചെയ്തത് അദ്ദേഹത്തോട് അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അവധിയിൽ പ്രവേശിച്ച ലെബ്രിക് ആകട്ടെ പിന്നീട് താൻ ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപും ഇലോൺ മസ്കും ചേർന്ന് അമേരിക്കൻ കോൺഗ്രസിനെ പോലും മറികടക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത് എന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത്. അമേരിക്ക എന്ന രാജ്യം തന്നെ മൊത്തത്തിൽ ഒരു സ്തംഭനത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു തീരുമാനം കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ അത് അമേരിക്കയുടെ മൊത്തം സാമ്പത്തിക അവസ്ഥ തന്നെ ബാധിക്കും എന്ന സാമ്പത്തിക കാര്യ വിദഗ്ധരുടെ അഭിപ്രായമാണ്. മാത്രമല്ല, അമേരിക്കയിലെ പല അന്തർദേശീയ പത്രങ്ങളും ഈ ഒരു നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. വ്യവസായ രംഗത്ത് ഇലോൺ മസ്കിന് ഒരുപാട് ശത്രുക്കളും ഉള്ളതാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ ഇത്തരത്തിൽ ട്രഷറി ഫണ്ടുകൾ അതിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള മുഖ്യ ചുമതലക്കാരനായി നിയോഗിച്ചത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ചൈന, ക്യൂബ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് 25% അധികം നികുതി ഏർപ്പെടുത്തിയതൊക്കെ തന്നെ ഇലോൺ മസ്കിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് അമേരിക്കയെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണെങ്കിലും ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഊഴത്തിൽ ശക്തമായ നിലപാടുമായി തന്നെയാണ് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ അതിവിശ്വസ്തനായ മസ്കിന് പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യ ചുമതലകളെല്ലാം തന്നെ നൽകിയത്. ഇനി മുതൽ അമേരിക്കൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് $1 ചിലവാക്കണമെങ്കിൽ അത് ഇലോൺ മസ്ക് കൂടി അറിഞ്ഞിട്ട് വേണം എന്നതാണ് ചുരുക്കം.